എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കഴിഞ്ഞ ദിവസമായിരുന്നു അക്ബർ ഖാന്റെ വാർത്ത ഏറ്റവും കൂടുതൽ ചർച്ച വിഷയമായി മാറിയത്. ബിഗ് ബോസ് സീസൺ 7 ഫോർത്ത് റണ്ണറപ്പും ഗേഗനും ആയിരുന്നു അക്ബർ ഖാൻ. പ്രേക്ഷകർക്ക് ഇടയിൽ എന്നും ശ്രദ്ധേയനും സജീവവുമായിരുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു അക്ബറിനെതിരെ ഡേറ്റിംഗ് ആപ്പുമായി സംബന്ധിച്ച് വിവാദം ഉണ്ടായത്. വിവാഹിതനായിരുന്ന അക്ബർ ടിൻഡർ എന്ന ഡേറ്റിംഗ് ആപ്പ് വഴി പെൺകുട്ടികളുമായി ചാറ്റ് ചെയ്ത സ്ക്രീൻഷോട്ട് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ ഫസ്മിന സാക്കിർ എന്ന യൂട്യൂബർ വഴി വൈറൽ ആയിരുന്നു. ഫസ്മിന തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഒരു വീഡിയോ സഹിതം ഇത് പുറത്താക്കിയത്. പെൺകുട്ടിക്ക് അക്ബർ തന്റെ ഫോൺ നമ്പർ കൈമാറിയ സ്ക്രീൻഷോട്ടും ഫസ്മിന പങ്കുവച്ചിരുന്നു. വിവാഹിതനായ വ്യക്തി ടിൻഡർ എന്ന ഡേറ്റിംഗ് ആപ്പിൽ അക്കൗണ്ട് തുടങ്ങിയതിനെ വിമർശിച്ചുകൊണ്ടായിരുന്നു ഫസ്മിന വീഡിയോയുടെ ആരംഭം കുറിച്ചത്. ഈ ഒരു വിഷയം സോഷ്യൽ മീഡിയയിൽ വൻ തരത്തിൽ വിവാദമായ ചർച്ചയായിരുന്നെങ്കിലും അക്ബർ വിദേശ യാത്രയിൽ ആയിരുന്നതിനാൽ പ്രതികരിച്ചിരുന്നില്ല. ഇപ്പോഴിതാ ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ടാണ് അക്ബർ എത്തിയിരിക്കുന്നത്. തനിക്കെതിരെ അടിസ്ഥാനരഹിതവും തെറ്റായതുമായ ആരോപണങ്ങൾ ആണ് ഫസ്മിനയെ പോലെയുള്ള യൂട്യൂബർമാർ ഉന്നയിക്കുന്നത് എന്നും നിയമപരമായി തന്നെ ഈ വിഷയത്തെ നേരിടുമെന്നും അക്ബർ ഖാൻ പറയുകയുണ്ടായി. യൂട്യൂബ് ചാനൽ വഴി തെറ്റായതും അടിസ്ഥാനരഹിതവുമായ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചതായും വീഡിയോ പ്രസിദ്ധീകരിച്ചതുമായി തന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ചില ഔദ്യോഗിക പരിപാടികൾക്കായി താൻ ഖത്തറിൽ ആയതുകൊണ്ട് എന്റെ പ്രതികരണം വൈകി. ഞാൻ ഈ വിഷയത്തിൽ ഫസ്മിന സാക്കിർ എന്ന യൂട്യൂബർക്കെതിരെ നിയമ നടപടികൾ ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ വന്ന് എന്റെ കാര്യത്തിൽ ഇടപെടാൻ ആർക്കാണ് അവകാശം? സത്യാവസ്ഥ തെളിയിക്കുമെന്നും നിയമവ്യവസ്ഥ ഈ വിഷയത്തിൽ അനുയോജ്യമായ നടപടി സ്വീകരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു എന്ന് അക്ബർ കുറിക്കുകയുണ്ടായി. അക്ബറിന്റെ പ്രതികരണം പുറത്തു വന്നതോടെ അക്ബറിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ആളുകൾ എത്തുകയുണ്ടായി. നിരവധി പേരാണ് കമന്റിലൂടെ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി എത്തിയിരിക്കുന്നത്. മുൻ ബിഗ് ബോസ് താരം നോറ മുസ്കാൻ അടക്കം അക്ബറിന്റെ പിന്തുണച്ചുകൊണ്ടാണ് എത്തിയിരിക്കുന്നത്. അക്ബർ നമ്പർ നൽകിയിട്ടുണ്ടെങ്കിൽ അത് പങ്കിടണോ വേണ്ടയോ എന്നുള്ളത് പൂർണ്ണമായും അയാളുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. വിവാഹശേഷം പെൺസുഹൃത്തുക്കൾ ഉണ്ടാകുന്നത് വളരെ സാധാരണയായുള്ള ഒരു കാര്യമാണ്. ഒരാളുടെ പ്രൈവസിയിൽ കടത്തേണ്ട ആവശ്യമില്ല. ചിലർ മറ്റുള്ളവരുടെ ജീവിതം മോശ അഭിപ്രായങ്ങൾക്കും പ്രശസ്തിക്കും വേണ്ടി അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നാണ് നോറ മുസ്കാൻ കമന്റിലൂടെ അക്ബറിന്റെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അക്ബറിൽ നിന്ന് നിങ്ങൾ ഇതുപോലെയുള്ള നീക്കം പ്രതീക്ഷിക്കുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.